സന്തോഷമായിരിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. പിന്നെ എന്തുണ്ട് വിശേഷം? സുഖം. കുഞ്ഞുങ്ങളും ഒക്കെ സുഖമായിരിക്കുന്നല്ലോ. പരീക്ഷയാണല്ലേ പലയിടത്തും. പ്രാർത്ഥിക്കാം കേട്ടോ മക്കളെ. താനേലും ഉപദേശിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് പഠിക്കാതിരുന്നേക്കരുത് കേട്ടോ. നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ഓർമ്മയിൽ വരാൻ വേണ്ടിയാണ് ഉപദേശിച്ച് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഒരു പോർഷനും കംപ്ലീറ്റ് ചെയ്യാതെ ഉപദേശിച്ച് പ്രാർത്ഥിക്കണേ മക്കൾ ജയിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുകയല്ല. നീ പഠിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാം, അത് നിന്റെ ഓർമ്മയിൽ നിൽക്കും. പരീക്ഷ പേപ്പർ കൈ കിട്ടുമ്പോൾ അത് എഴുതാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് പഠിക്കോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ എന്തുള്ള വിശേഷം? സുഖമായിരിക്കുന്നല്ലോ. വെയിലാണ്. രാത്രിയിൽ ഓങ്കോളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ സാബു വർഗീസിൻ്റെ ഭവനത്തിൽ വിശ്രമിക്കുന്നു. ഇന്ന് ഏതാനും മിനിറ്റ് കഴിയുമ്പോൾ ഈ പ്രസംഗം നിങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ ഫീൽഡിലായിരിക്കും. ദൈവത്തിന് സ്വാതന്ത്ര്യം. കാരണം ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 18-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ നാളെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൺ ദ വെയിലാണെന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ തിരുവചനത്തിൽ ഒരു വാക്യമുണ്ട്, അറിയോ? ഈ ഗലാഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 1 says, and it is for freedom that Christ has set us free. Stand firm then, and do not let yourselves be bound again in a yoke of slavery. നിങ്ങൾക്കറിയാം വാക്യല്ലേ? അടിമ നുകത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുക അല്ലേ? വീണ്ടും അടിമ നുകത്തിൽ കുടുങ്ങിപ്പോകരുത്. ഒരുപാട് പേര് അടിമ നുകത്തിലല്ല, പക്ഷെ ആ ബോണ്ടയിൽ കിടക്കുക. പിന്നെ ഒരുപാട് പേര് കർത്താവ് രക്ഷിച്ചതാണ്, കർത്താവ് വിടുവിച്ചതാണ്, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയതാണ്. എന്നാലും ഈ ബോണ്ടേജിനകത്തുനിന്ന് പുറത്തു വരാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഞാൻ ഇന്നലെ കൊറിയൻ ചർച്ചിൽ ബാംഗ്ലൂരിൽ പ്രസംഗിച്ച ഒരു വചനഭാഗം ആ ദേവാലയ ഗോപുരത്തിങ്കിലിരുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്. അവിടെ 9-ാം വാക്യം അല്ലേ, 3:9 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ നടന്നും തുള്ളിയും കൊണ്ട് ദേവാലയത്തിൽ പ്രവേശിച്ചത് ഒരുപാട് പേര് കണ്ടു. ഇനി ഞാൻ അവനെ കുറിച്ചൊന്ന് പറയാം, ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. അവന് ആ മനുഷ്യൻ എന്നെക്കാളും പ്രായം കാണുമായിരിക്കും കേട്ടോ. നമുക്ക് അദ്ദേഹത്തെ ബഹുമാനിച്ച് തന്നെ വിളിക്കാം. ആ വ്യക്തി ദിവസം ഒരുപാട് നാളായിട്ട് നടക്കാത്തൊരു മനുഷ്യനാണ്. അന്ന് അദ്ദേഹം ദേവാലയത്തിൽ നിന്ന് തിരിച്ച് വീട്ടിൽ ചെന്നു. രാത്രി കിടന്നുറങ്ങി. രാവിലെ അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എങ്ങനെയായിരിക്കും അദ്ദേഹം എഴുന്നേൽക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നലെ വരെ അദ്ദേഹം എഴുന്നേൽക്കാത്തൊരു മനുഷ്യനാണ്, നടക്കാത്തൊരു മനുഷ്യനാണ്. അന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡേ എന്ന് നമുക്ക് പറയാം, വിടുതല കിട്ടിയതിൻ്റെ ഫസ്റ്റ് ഡേ, അദ്ദേഹം എങ്ങനെയായിരിക്കും എഴുന്നേൽക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുള്ളി തന്നെ കുറച്ചു നേരം കിടന്നിട്ട് കണ്ണും തിരുമ്മിയിട്ട് തലേ ദിവസം ഓർത്തോണ്ട് എഴുന്നേൽക്കുവാണെങ്കിൽ പുള്ളിക്കാരനെ കട്ടിലെ തന്നെ കിടക്കുകയുള്ളൂ. ആരെങ്കിലും വന്ന് എഴുന്നേൽപ്പിക്കണം അല്ലേ? എന്നാൽ ഇന്നലെ സൗഖ്യമായ കാര്യം ഓർമ്മ വന്നാൽ പുള്ളി ചാടി എഴുന്നേൽക്കും. ചേട്ടാ, ഞാനിങ്ങനെ കിടക്കേണ്ട ആളല്ലല്ലോ, കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ഞാൻ കിടക്കുമായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ കിടക്കേണ്ട കാര്യമില്ല, എനിക്ക് കാലിനൊക്കെ ആയില്ലേ. സ്തോത്രം. അദ്ദേഹം ഞാൻ ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു. ഇന്നലെ ഞാൻ ആ ഭിത്തിയെ പിടിച്ചാ എഴുന്നേറ്റ്. ഇന്നലെ ആ കസേര ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് അതേലോട്ട് കൈവച്ചോണ്ടാണ് ഞാൻ കുത്തി എഴുന്നേറ്റ്. ഇന്ന് കസേരയുടെ ആവശ്യമില്ല അല്ലേ? അങ്ങനെ അദ്ദേഹം ചിന്തിച്ച് കിടക്കുകയാണെങ്കിൽ അദ്ദേഹം ആ കട്ടിലെ കിടക്കലേ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ പിന്നെ ആ പിശാചിന്റെ പഴയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങളിങ്ങനെ ഫെട്ടപ്പായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫെട്ടപ്പായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ മൈസൂരിലെ ശുശ്രൂഷയുമായി കടന്നു പോയ സമയത്ത് അവിടെ അന്ന് ശുശ്രൂഷിക്കാൻ കടന്നു വന്നത് പാസ്റ്റർ ബാബുചെറിയാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമായിരുന്നു. അതിനകത്ത് ആ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് ഒരു പക്ഷേ പ്രയോജനം ചെയ്തേക്കാം, നിങ്ങൾ കേട്ടില്ലല്ലോ, അതുകൊണ്ട് പറയാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് നിങ്ങളുടെ സമയമാണ്, ഇതെൻ്റെ സമയമാണ്, എനിക്ക് വേണ്ടി ദൈവം വച്ചിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചേ.
ഇതെനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സമയമാണ്. നിങ്ങൾ പാടുന്ന വ്യക്തിയാണോ? നിങ്ങൾക്കുള്ള വർഷമാണ് 2024. നിങ്ങൾ പ്രസംഗിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾക്ക് വേണ്ടിയുള്ള സമയമാണ് 2024. ഇനി ഇതിനകത്തോടെ ഞാൻ വളരെ വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം പറയാം. ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ഫോണിനകത്ത് ഒരു 2000-ലധികം, അത്രയും കാണാൻ സാധ്യതയില്ല, ചിലപ്പം കാണുമായിരിക്കാം, അത്രയും കോണ്ടാക്റ്റുകൾ ഉണ്ടാകാം. ഇപ്പം എൻ്റെ ഫോണിനകത്ത് 2000-ലധികമാണ്. ഇപ്പം 2300 എങ്ങാണ്ട് കഴിഞ്ഞു എൻ്റെ ഫോണിനകത്ത് കോണ്ടാക്റ്റ്. അതിനകത്ത് ഒരു 1700 പേരും പാസ്റ്റർമാരാണ്. 1700ഓളം പാസ്റ്റേഴ്സാണ്. പിന്നെ കുറച്ച് പേരേ ഉള്ളൂ അല്ലാത്ത വിശ്വാസികളായിട്ടുള്ളത്. പിന്നെ എനിക്ക് വേറൊരു ഫോണുണ്ട്. ആ ഫോണിനകത്ത് ഒരു 670 കോണ്ടാക്റ്റ് വേറെ കിടപ്പുണ്ട്. എൻ്റെ ഈ ഫോണിനകത്തില്ലാത്ത കോണ്ടാക്റ്റ്. അത് ഞാൻ അടുത്ത് ഇടപഴകുന്ന ആളുകളുടെ നമ്പർ അതിനകത്തുള്ളൂ. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ ശുശ്രൂഷയിൽ എന്നെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന, എന്നെ ധനലൂസി ആ പ്രസംഗം കൊള്ളാം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. ധനലൂസിയ കഴിഞ്ഞ ദിവസം പാടിയ പാട്ടുണ്ടല്ലോ, ഒന്നുകൂടെ മുഴുവൻ പാടണേ. ചിലർ പറയുന്നത് ധനലൂസി പിന്നെ ഉപദേശിയുടെ പ്രസംഗം ഞങ്ങൾ സ്ഥിരം കേൾക്കുന്നവരാ. അപ്പം അങ്ങനെ ചില ആളുകൾ എൻ്റെ ശുശ്രൂഷയിൽ എന്നെ ബൂസ്റ്റപ്പ് ചെയ്യുകയും ഞാൻ മുഖാന്തരം അവർ ബൂസ്റ്റപ്പ് ആകുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കോണ്ടാക്റ്റുകൾ എൻ്റെ ഫോണിനകത്തുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ആവശ്യത്തിലധികം പാരപണിയുകയും എന്നെ മാക്സിമം ഡിസ്ട്രക്ഷൻ ഇടിച്ച് താഴ്ത്തുകയും എൻ്റെ വളർച്ചയിൽ അസൂയപ്പെടുകയും എന്നെ 10 പേരുടെ മുമ്പിൽ വെച്ച് നെഗ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇടപെടുകയും എന്നിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികളെ കണ്ട് അസൂയപ്പെട്ട് എന്നെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുകയും അകമ്പല്ല് കൊണ്ട് അറമുകയും ചെയ്യുന്ന ഒരുപാട് പേരും എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിനകത്തുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു കാര്യം പറയാം. അത് പറയാനാ വരുന്നേ. ദാനിയേലേ, നീ ഇപ്പം രണ്ടാമത് പറഞ്ഞ ആ കോണ്ടാക്ട് ലിസ്റ്റ് ഉണ്ടല്ലോ, അത് മുഴുവനും അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. ഫോണിനകത്തുനിന്ന് മൊത്തം കളഞ്ഞേര്. കാരണം അതുങ്ങളെയും കൊണ്ട് എല്ലാം ഒരുപാട് പേരില്ല. എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ കുറച്ച് ഒരു പക്ഷേ കണ്ടാക്കാം ഒരു 10, 50, 60 പേരെ അങ്ങനെയുള്ളവരുള്ള ഉണ്ടാവുള്ളൂ. അവരെ മുഴുവനും ഞാൻ എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് കട്ട് ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കോണ്ടാക്ട് ലിസ്റ്റിൽ ഒരുപാട് ദേവദാസന്മാരുണ്ട്. അവരൊക്കെ ഇപ്പോഴും എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ തന്നെ ഉണ്ട്. സ്തോത്രം. ഞാൻ എന്താ ഇത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഹോദര, കുഞ്ഞെ, മാതാവേ, പിതാവേ, ദൈവദാസനെ, നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് എപ്പോഴും നിങ്ങളെ ഇങ്ങനെ കുത്തി വേദനിപ്പിക്കുന്ന ഒരുപാട് ടീമുകൾ ആ ഫോണിനകത്ത് കോണ്ടാക്ട് ലിസ്റ്റിൽ കാണുന്നുണ്ട്. ഇന്ന് രാവിലെ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം അതുങ്ങളെ മുഴുവനും ഡിലീറ്റ് ചെയ്ത് ആ കൊട്ടയ്ക്കകത്ത് കളഞ്ഞേക്കുക. എന്നിട്ട് നിങ്ങളെ കാണുമ്പോൾ, ദൈവദാസനെ, ആ പാട്ട് നന്നായിരുന്നു കേട്ടോ, ആ പ്രസംഗം നന്നായിരുന്നു എന്ന് നിങ്ങളുടെ മിനിസ്ട്രിയെക്കുറിച്ച് നിങ്ങളെ ഉത്തേജിപ്പിക്കുന്ന, നിങ്ങളെ ഉയർത്തിവിടുന്ന, നിങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്യിക്കുന്ന ആളുകളെ നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റ് വെച്ചോ. അത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനമായിരിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ ഒന്നിനെയും കളയരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഞാൻ ഈ മിനിസ്ട്രി ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പിൻപിലെ പ്രധാനപ്പെട്ട രഹസ്യം ഞാൻ പറയാം. എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് അമ്മച്ചിമാരും അപ്പച്ചമാരും ഉണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. ഏകദേശം 40 രാജ്യങ്ങളിൽ എൻ്റെ പ്രസംഗം രാവിലെ ചെല്ലുന്നുണ്ട്. 40 രാജ്യങ്ങളിൽ കേട്ടോ. അവിടെയൊക്കെ എനിക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഓരോ ദിവസവും വർദ്ധിക്കുകയല്ല, അത് കുറഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആവശ്യമില്ലാതെ നമ്മളെ വല്ലാതെ കളിയാക്കുകയും നമുക്കൊന്നും ഒരു വില കൽപ്പിക്കാത്ത കുറേ ആളുകളുണ്ട്, അല്ലേ? കുറേ ആളുകളുണ്ട്. കർത്താവിന് ആരാ വില കൽപ്പിച്ചേ? തച്ചൻ്റെ മകനല്ലയോ? ചില ടീമുകൾ അങ്ങനെ പറഞ്ഞു, തച്ചൻ്റെ മകനല്ലേ, ഇറങ്ങിയേക്കുക. എന്തെല്ലാം ഡയലോഗ്. പരീശന്മാർ, ചില സമയത്ത് ശാസ്ത്രിമാർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. സ്തോത്രം.
ഞാൻ എന്തുകൊണ്ടാണ് രാവിലെ ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും വീണ്ടും നിങ്ങളെ അടിമനുഖത്തിൽ കുടുക്കിക്കളയാൻ പിശാച് ഉപയോഗിക്കുന്നത് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ കൂടെ നിങ്ങളെ ഇടിച്ചിരുത്തുക എന്നുള്ളതാണ്. ഒരു വഴിക്ക് നിങ്ങൾ വിടാൻ സമ്മതിക്കുകയല്ല. ഇനി നിങ്ങൾ ഏതെങ്കിലും പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു ആശയം ജനത്തിന്റെ ഇടയിലേക്ക് സമർത്ഥിക്കുവാൻ നിങ്ങൾ പറഞ്ഞ ഒരു വാക്കെടുത്ത് അത് മാത്രം കട്ട് ചെയ്തെടുത്ത് ഇവനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് പിടിപ്പിക്കുന്ന ആൾക്കാരുമുണ്ട്. ഒരാശയം പറയാൻ വേണ്ടി നമ്മൾ പല ഉദാഹരണങ്ങളായിരിക്കും എടുക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് മാറ്റിയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. പല ആളുകളും എന്നോട് പറയാറുണ്ട്, എൻ്റെ ഭാഷ ഞാനാ പ്രസംഗിച്ചത് മുഴുവനും അവരിട്ടില്ല, അതിനകത്തുനിന്ന് ഒരു ചെറിയ ഭാഗം മാത്രം അടർത്തിയെടുത്ത് അവരിട്ട് അത് ഫേമസ് ആക്കി, വൈറലാക്കി. ഇല്ലേ, നമ്മൾ പറഞ്ഞു വൈറലാക്കി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ ഈ ഒരു വർഷം 2024 എടുത്തൊരു തീരുമാനം ഞാൻ പറയാം. എൻ്റെ ഹൃദയം കൊണ്ട് 2024 എത്തിയില്ല, 23 തീർന്നിട്ടില്ല. ഞാൻ ഇപ്പോഴേ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ എടുത്തൊരു തീരുമാനം, മറ്റൊരുത്തൻ്റെ ബിസിനസ്സിനകത്ത് ഞാൻ ഇടപെടത്തില്ല, മറ്റൊരുത്തൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ഞാൻ ഇടപെടത്തില്ല, മറ്റൊരുത്തൻ്റെ ആമേശ്വരം ദൈവം കൊടുത്ത ശുശ്രൂഷയ്ക്കകത്ത് ഞാൻ കൈ കടത്തത്തില്ല. അതെൻ്റെ ഒരു തീരുമാനം ഈ 2024. അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം ദൈവമായിട്ട് നിൽക്കട്ടെ. ഞാനെന്തിനായിട്ട് പുറകെ നടക്കേണ്ട കാര്യം? ഷടാ, വലിയ മലവെള്ളം വരുമ്പോൾ ഞാനൊരു പലകയും പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കുക തടയാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതുകൊണ്ട് അടിമ നുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുക. സ്തോത്രം. നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നത്, നാം ഒരു കാലത്ത് അടിമമുഖത്തിലായിരുന്നു, നമ്മെ വിടിവിക്കേണ്ടതിന് വേണ്ടി, നമ്മളെ പുറത്തു കൊണ്ടുവരണ്ടേ. അവിടെ നിന്ന് ആ വാക്കിൽ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫോർ ഫ്രീഡം ദാറ്റ് ക്രൈസ്റ്റ് ഹാസ് സെറ്റ് us free. കണ്ടോ? ആൻഡ് സ്റ്റാൻഡ് ഫിം. അത് പറയാൻ വേണ്ടിയാണ് വന്നത്. സ്റ്റാൻഡ് ഫിം. വാട്ട് ഇറ്റ് മീൻ ദാറ്റ്? സ്റ്റാൻഡ് ഫിം. If any time, anywhere, we will face so many problems in our life. അവിടെയൊക്കെ നമുക്ക് സ്ഥിരതയോടെ ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ കഴിയണം. സ്ഥിരതയോടെ. ചില ആൾക്കാർക്ക് സ്ഥിരതയൊന്നുമില്ല കേട്ടോ. അവർ നമ്മളിപ്പോൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മുടെ കൂടെ കൂടും, കുറച്ച് കഴിയുമ്പോൾ അവർ പറയുമ്പോൾ അവരോട് കൂടും. ഇല്ലേ? സ്ഥിരതയില്ല. എൻ്റെ കാര്യത്തിലാണ് ഞാൻ ദൈവവചനത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞാൽ ആദ്യം ഞാനത് ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആക്കിയിട്ടാണ് പറയുള്ളൂ. അല്ലാതെ ഞാനത് നിങ്ങൾ എന്നെ നോക്കണ്ട, എൻ്റെ പ്രസംഗം കേട്ടാൽ മതി എന്ന് പറയുന്ന ആളല്ല. അതങ്ങനെ എന്ത് പ്രസംഗിക്കുന്നോ അതാണ് ദാനിയേൽ നീലഗിരി. ഓക്കെ. ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ അടുത്തിടയ്ക്ക് കേട്ടതാണ്. അവർ വലിയ റവ വച്ചേക്കുവാണ്, പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. എന്നിട്ട് എനിക്കതല്ല രസം. ഇങ്ങനെ പറയുന്ന ആളുടെ, ആ ടീമിൻ്റെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന വ്യക്തിയുടെ തലപ്പത്തിരിക്കുന്ന ആള്, ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആള്, അയാളുടെ പേര് നോട്ടീസിൽ കണ്ടേക്കുന്ന റവാന്ന. അത് കാണുമ്പോൾ ഇവർക്ക് ഒരു കുഴപ്പമില്ല. അതാ ഭയങ്കരം. ഏതെങ്കിലും ഒരു ഉപദേശി റവറൻഡ് ഡാഷ് എന്ന് വെച്ചെന്നും പറഞ്ഞ് ഇവരങ്ങ് കോടിയും പിടിച്ച് നടക്കും. എന്നിട്ടോ എവന്റെ ലീഡറിന്റെ പേര് വെച്ചേക്കുന്നത് എങ്ങനെയാ? റവറൻഡ് സ്വയംസോ. അന്നേരം ഞാൻ നോക്കും, ഇവരുടെ മുഖത്തേക്ക് നോക്കും, ഇതങ്ങ് മാച്ചാകുന്നില്ലല്ലോ. മറ്റേ പുള്ളിയുടെ പേരും പറഞ്ഞ് എന്തെല്ലാം ഡയലോഗ് ഇട്ടതാ പിടികിട്ടിയോ? ചില ആൾക്കാർ ഏതെങ്കിലും ഒരു ഉപദേശി അദ്ദേഹത്തിൻ്റെ പേര് ചിലപ്പോൾ ആ നോട്ടീസിൽ അവർ ബഹുമാനത്തോടെ റവറൻഡ് എന്ന് വെച്ചിട്ടുണ്ടാവും. ഇനി റവറൻഡ് എന്നുള്ളതിന് അതിനൊരു വാക്കോടെ പറയാം, അല്ലെങ്കിൽ പറഞ്ഞില്ലേ ശരിയാവില്ല. അതുകൊണ്ടാണ് ഈ റവറൻഡ് എന്ന് ഉള്ള വാക്കിൻ്റെ അർത്ഥം വിഭിന്നമായ അർത്ഥങ്ങളാണ്. ഇപ്പം നമ്മൾ പറയാം, റവറൻഡ് എന്നുള്ള വാക്കിന് ഭീകരൻ എന്നൊരു അർത്ഥമുണ്ട്. അത് വെച്ചിട്ടാണ് ഈ മിക്ക ആൾക്കാരും ഈ ഒരു പദത്തെ പാസ്റ്റർമാർ ഉപയോഗിക്കുന്നു പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം. ഇപ്പം സാറ് എന്ന് വിളിക്കുന്നത്, സർ എന്ന് വിളിക്കുന്നത്, തമിഴ്നാട്ടിൽ പിച്ചക്കാരനെ വരെ നമ്മൾ സാറെന്നാണ് വിളിക്കുന്നത്, ബഹുമാനിച്ച് വിളിക്കുന്ന അല്ലേ. നമ്മളിപ്പോൾ കടയോടിയില്ല, സാർ എന്നാ വേണ്ട സാർ, എന്നാ വേണം സാർ, சொல்லுங்க സാർ. അത് ഞാൻ പോലീസ് ആയതുകൊണ്ടല്ല, ഞാൻ ഉപദേശിക്കുക. ഞാൻ ആ കടലോടി അയാളെ അഭിസംബോധന ചെയ്യുന്നത് സാർ എന്നാണ്, സാർ എന്നാ വേണം സാർ, சொல்லுங்க സാർ, என்ன வேணும் சொல்லுங்க சார் ഉണ്ടോ? നീ ഓട്ടോയിൽ കയറിക്കോ സാർ, എങ്കിയാ സാറേ ഇറങ്ങണം, சொல்லுங்க. കണ്ടോ? ഇനി ഒരു ബസ്സൊക്കെ കയറിക്കോ, കണ്ടക്ടർ സാർ
ടിക്കറ്റ് നിർത്തി സാർ അതങ്ങനെ കണ്ടോ, ഞാൻ പോലീസായിട്ടാ. എന്നാൽ കേരളത്തിലോട്ട് വന്നേ, സാറിന് വിളിക്കുന്ന ആരായിരിക്കും? ഒന്നെങ്കിൽ ഒരു അധ്യാപകനെ, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ. ഇതല്ലാതെ നിങ്ങൾ മുട്ടായി കടയിൽ മുട്ടായി കൊടുക്കാൻ നേരത്തെ സാറിനെ വേണമെന്ന് ചോദിക്കുമോ? നമ്മൾ ചോദിക്കുന്നത് ചേട്ടാ എന്നാ വേണ്ടേ? ഇതല്ലേ. എന്തിനാ ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ പദത്തിനും ഉപയോഗിക്കുന്നതിൻ്റെ ബഹുമാനം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വേണം അത് ചെയ്യാൻ. അതുകൊണ്ട് റെവറൻഡ് എന്ന് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് ഞാൻ പറയും. ഉപയോഗിക്കാം, റെവറൻഡ് എന്ന് ഉപയോഗിക്കാം, മോസ്റ്റ് റെവറൻഡ് എന്ന് ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. എന്തിനാണ് ഒരു മനുഷ്യനെ ബഹുമാനിക്കുന്നത്? നിങ്ങൾക്ക് ഇത്ര കടികടി എന്നാ എനിക്ക് മനസ്സിലാകാൻ ചോദിക്കുക. ചില ആൾക്കാരൊക്കെ പറയുന്നത് ഡോക്ടർ എന്ന് വെച്ചു, റെവറൻഡ് എന്ന് വെച്ചു. ചേടാ, എന്നിട്ട് നീ നിന്റെ ലീഡറിന്റെ പേരിന്റെ മുമ്പിൽ നീ എന്ത് ഇട്ടേക്കുന്ന കാണുമ്പോൾ നിനക്കൊരു ഒരു ചൂടില്ലാത്ത തന്നെ. അവിടെ നിനക്ക് ചൂടുമില്ല, സ്വർണ്ണയില്ല. തമിഴ് ചൂടാണ്, ചൂടുമില്ല, സ്വർണ്ണയില്ല. സ്വത്ര എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു മനുഷ്യനെ ബഹുമാനിക്കാൻ അതിനുപയോഗിക്കുന്ന വാക്കുകൾ, അത് ദൈവത്തിന്റെ മണ്ടയിൽ വെക്കുന്ന വാക്കല്ല, ദൈവത്തെ കടത്തി വെട്ടി പറയുന്ന വാക്കല്ല. ഒരു മനുഷ്യനെ ബഹുമാനിക്കാൻ. ഹാമാനെ കുറിച്ച് ഹാമാനോട് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹാമാനോട് പറഞ്ഞൊരു വാക്ക്, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ. കണ്ടോ? അത് ചില്ലറ കേസൊന്നുമല്ല. ഉടനെ ഹാമാൻ ചിന്തിച്ചാൽ അറിയോ, എന്നെ ആയിരിക്കും രാജാവ് ഉദ്ദേശിച്ചേക്കുന്നത്. അതുകൊണ്ട് മാക്സിമം പേരിന് മുമ്പ് ഇപ്പുറത്തേക്ക് കുറേ കാര്യം ഇട്ടേക്കാം. കേട്ടോ? പക്ഷെ ഇത് മൊത്തം പോയത് പുറത്തേക്ക് അയക്കാൻ, ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് മാന്യത. മാന്യരായവരെ മാനിച്ചേ പറ്റുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട് പുതിയ നിയമത്തിൽ. ഞാൻ കാണിച്ചു തരാം, ബാക്കി ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് അതൊന്നും തെറ്റല്ല കേട്ടോ. പിന്നെ എന്നാ കണ്ടാലും വിമർശിക്കുന്ന കുറെ പിശാചി പിടിച്ച ആളുകളുണ്ട്. എന്നാ കണ്ടാലും എല്ലാത്തിനും വിമർശനം. കഴിഞ്ഞ ദിവസം സ്തോത്രം ഒരു ശുശ്രൂഷകൻ പ്രസംഗിക്കും പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഈ വിമർശിക്കുന്നവൻ അവനവൻ്റെ പണിയെടുക്കട്ടെ, അവർക്ക് അവരെ ഏൽപ്പിച്ചേക്കുന്ന അതവർ ചെയ്യട്ടെ. നമുക്ക് അതിലൂടെ ശ്രദ്ധിക്കാൻ പോലും പോകരുത്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെ നാം ജനത്തിനിടയിലേക്ക് ഇറങ്ങി ചെല്ലുക. സ്തോത്രം. അവിടെ ആളുകൾ വിടുവിക്കപ്പെടും, സ്വതന്ത്രരാക്കപ്പെടും. അവരെ വീണ്ടും അടിമത്തിൽ കുടുങ്ങിയേനെ. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്നെ കേൾക്കുന്ന പ്രിയരെ, അടിമ നികുത്തിൽ കുടുങ്ങിപ്പോകാതെ സ്തോത്രം കർത്താവിന് വേണ്ടി സ്റ്റാൻഡായിട്ട് നിൽക്കണം. എന്ത് പ്രതിസന്ധിയും വന്നോട്ടെ. ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് എഴുതി പിടിപ്പിച്ചേക്കാം. പക്ഷേ നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് അതിന് മറുപടി കൊടുക്കുക. നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട്, അതിനൊന്നും വായു കൊണ്ടോ എഴുത്തുകൊണ്ടോ ഒന്നും പറയാൻ പോകരുത്. നിങ്ങൾക്ക് അതിനെ പിന്നെ നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചിന്തിക്കാനേ പോകരുത്. എഴുതുന്നു തന്നെ എഴുതിക്കോട്ടെ, പറയുന്നവൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ശുശ്രൂഷ കൊണ്ട് മറുപടി കൊടുക്കുക. ഞാനിപ്പോൾ ഓങ്കോളിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ അടുത്ത് 2 ദേവാസന്മാർ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. കർത്താനദാസൻ ബെസ്റ്റൻ, അതുപോലെ തന്നെ കർത്താനദാസൻ ബെന്നി. സ്തോത്രം. ഞങ്ങൾ ഈ ഫീൽഡിൽ ചിലരെ അടിമ നുഖത്തിൽ നിന്ന് പിടിവിച്ചെടുക്കാൻ വചനത്തിലൂടെ, പരിശുദ്ധാത്മ ശക്തിയിലൂടെ, ആരാധനയിലൂടെ, ദൈവവചന ശുശ്രൂഷയിലൂടെ, പ്രാർത്ഥനയിലൂടെ, സ്തോത്രം, ഈ അടുത്ത ഈ വർഷത്തിൻ്റെ എൻഡ് വരെ ഞങ്ങളതാണ് പരിപാടി. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകുമെന്ന് എൻ്റെ പ്രതീക്ഷ. പ്രാർത്ഥിക്കണേ. ദാനിയേൽ ഉപദേശിച്ച് ഇത് പറഞ്ഞെന്നും പറഞ്ഞ് പടങ്ങിയിരിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. ഒരിക്കലും നിങ്ങളുടെ നമ്പർ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചേ പറ്റൂ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അടിമ നുഖത്തിൽ കുടുങ്ങിപ്പോകുന്നത്. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഈ 2024 നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ കളിയാക്കുന്ന, നിങ്ങളെ നിന്ദിക്കുന്ന, നിങ്ങൾക്ക് പാര പണിയുന്ന, നിങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത ആൾക്കാരുടെ മുഴുവൻ നമ്പരും ഈ 2024 നിങ്ങളെ ഫോണിൽ നിന്ന് എടുത്ത് ദൂരെ കളഞ്ഞേക്കണം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കുന്ന, നിങ്ങൾക്ക് ഉത്സാഹം നൽകുന്ന ആളുകളുടെ നമ്പരെല്ലാം ഫോണിനകത്ത് വെച്ചു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, അവരെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകും. ശുശ്രൂഷയും അവർ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവ്, അവിടുത്തെ പുത്രനിശ്ചിതമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ കേൾക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവ് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗികളെ ഭാരം ഏൽപ്പിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ സൗഖ്യമുണ്ടാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യണമേ. സകല പോരുകളെയും ശാസിക്കുന്നു. കർത്താവ്, ഞാൻ ഈ നല്ലൊരു ദിവസം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തിൽ അവരെന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെടുന്നോ അവിടെയെല്ലാം കർത്താവെ അങ്ങയുടെ സാന്നിധ്യവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഞാനിവിടെ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹം മാറ്റിയിട്ടെ. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, മറക്കരുത്, വീണ്ടും വീണ്ടും അടിമ നുഖത്തിൽ കുടുങ്ങരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾക്ക് പ്രയോജനമുള്ള, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ആളുകളുടെ നമ്പർ ഉണ്ടാകട്ടെ. മൂന്നാമത്തെ കാര്യം കൂടെ പറയാം, അത് വളരെ പ്രധാനപ്പെട്ടത് കേട്ടോ. മൂന്നാമത്തെ കാര്യം പിന്നെ എന്താണെന്നറിയോ? കർത്താവിങ്ങ് വരാനായി. എപ്പോഴാണെന്ന് അറിയത്തില്ല. നിങ്ങളിങ്ങനെ വഴക്കമുണ്ടാക്കി തമ്മിലും തല്ലി ഇങ്ങനെ നടക്കാതെ മാത്രം ആ വരവിനെ കുറിച്ചൊന്ന് ചിന്തിക്കുകയും പോകാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യണം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും.